പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേകരെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ കഥാവ് എത്ര നല്ല അവസരങ്ങളാണ്, എത്ര നല്ല ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് പിന്നെയും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ നീട്ടിത്തരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, റോമൻസ് 13:11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ആമേൻ. അനുഗ്രഹീതമായ ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഉണരേണ്ടത്? നാം എന്താണ് ധരിക്കേണ്ടത്? നാം എങ്ങനെ നടക്കണം? നാം എങ്ങനെ ചിന്തിക്കണം? ഈ 4 കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. 11-ാം വാക്യം വായിക്കുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ആമേൻ. എപ്പോഴാണ് നാം ഉണരേണ്ടത്? നാം ഉണരേണ്ടത് ഇപ്പോൾ തന്നെയാണ്. ഇപ്പോൾ. കാരണം ഇതാകുന്നു സമയം. സമയം അമാന്തിച്ചു പോകരുത്. ഇനിയും നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവേ ഉള്ളൂ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സമയം ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ യോഗിച്ചു കൊള്ളുവീൻ. റിഡീം യുവർ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ, ദ ടൈം ഈസ് ഈവിൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണരണം. ഇനി ഒട്ടും സമയം താമസിക്കുവാൻ പാടില്ല. ഒട്ടും സമയം നമ്മൾ അതിനുവേണ്ടി പിന്നീട് മാറ്റി വെക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഉണരേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പാപത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന്, ആത്മീയമരണത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന്, മടിയുടെ ഉറക്കത്തിൽ നിന്ന്, അശ്രദ്ധയുടെ ഉറക്കത്തിൽ നിന്ന്, അലസതയുടെ ഉറക്കത്തിൽ നിന്ന് ഒക്കെ നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. നാം ജാഗരൂകരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ 3-ാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഉണരണം? ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. സാൽവേഷൻ ഈസ് നിയറർ ദാൻ ബിഫോർ. നാം രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ, അല്ലെങ്കിൽ നാം ജീവിച്ചു പോകുന്ന കാലഘട്ടത്തേക്കാൾ രക്ഷയുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ്, മടങ്ങി വരവ്, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ അവസാനം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്, ഇത് വളരെ അടുത്തിരിക്കുന്നു. ഇത് എന്ന് സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയുവാൻ സാധ്യമല്ല. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിലെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കാം. അപ്പോൾ എപ്പോൾ ഉണരണം? നാം എന്തിന് ഉണരണം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, നാം എന്താ ധരിക്കണം? ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നാം ചിലത് ധരിക്കണമെന്നുകൂടെ അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളയുക. എന്നിട്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ആമേൻ. രാത്രി ധരിക്കുന്ന വസ്ത്രം കൊണ്ട് നാം രാവിലെ എണീറ്റ് ആളുകൾ മുമ്പിൽ കടന്നു വരാൻ ശ്രമിക്കാറില്ല. രാത്രിയിൽ നാം ധരിക്കുന്ന വസ്ത്രം വളരെയധികം ലൂസായതും, ചൂടുണ്ടെങ്കിൽ ചൂട് അനുഭവിക്കാത്തതും, വളരെ കംഫർട്ടബിളായിട്ടുമുള്ളതായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് രാത്രിയിൽ നാം കിടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാത്രി ധരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ രാത്രി ധരിച്ചതായ വസ്ത്രവും കൊണ്ട് വെളിച്ചത്തിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് കടന്നു വരുന്നത് അത്ര പന്തിയല്ല എന്നാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ ധരിച്ച വസ്ത്രവും കൊണ്ട് കടന്നു വരുന്നത് ഷെയിംഫുള്ളാണ്.
അത് നാണക്കേടാണ്, ലജ്ജാവഹമാണ്. ഇവിടെ രാത്രി എന്ന് സൂചിപ്പിച്ചേക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണ്. സമൂഹത്തിൽ നല്ല കാര്യങ്ങളുമുണ്ട്, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങളുമുണ്ട്. മോശമായ കാര്യങ്ങളോടാണ് രാത്രിയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. സിൻഫുൾ വർക്ക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡാർക്ക്നെസ്സിനോട് ബന്ധപ്പെട്ടതാണ്, ഇരുട്ടിനോട്, രാത്രിയോട് ബന്ധപ്പെട്ടതാണ്. പല സമൂഹത്തിൽ നടക്കുന്ന പല അക്രമങ്ങളും പല അഴിഞ്ഞാട്ടങ്ങളും മോശമായ പല പ്രവൃത്തികളും രാത്രിയുടെ മറവിലാണ്, അന്ധകാരത്തിൻ്റെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിലാണ് നടക്കാറുള്ളത്. കാരണം രാത്രിയിലാണ് അവർക്ക് കൂടുതൽ പ്രൈവസി കിട്ടാറുള്ളത്. കൂടുതൽ പ്രൈവസിയും കൂടുതൽ സ്വാതന്ത്ര്യവും ഇരുട്ടിൻ്റെ മറവിൽ ഉണ്ട്. ആരും കാണത്തില്ല, ആരും നോക്കത്തില്ല, ആരും പിടിക്കത്തില്ല, ആരും പുറകെ വരത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിൽ പലതും ചെയ്യുവാനായിട്ട് ആളുകൾ മുമ്പോട്ടിറങ്ങുന്ന സമയമാണ് രാത്രി. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് ഒന്നാമത് അത് പാപത്തോട് ബന്ധപ്പെട്ടതാണ്. പാപപ്രവൃത്തികൾ, പാപപങ്കിലമായ കാര്യങ്ങൾ രാത്രിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ഇഗ്നറൻസ്, ക്രൈം, കുറ്റകൃത്യങ്ങൾ, അറിവില്ലായ്മ, ഇതൊക്കെ രാത്രിയോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലാണ്. ഇരുട്ടിൻ്റെ മറവിൽ നമുക്കറിയാം പല അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്, മദ്യപാനം നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ മറവിൽ റോബറി, കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ മോഷണങ്ങൾ, പിടിച്ചുപറി ഒക്കെ നടക്കാറുണ്ട്. പല സ്ഥലം ഇപ്പോഴും പകലും പലതും ചെയ്യാറുണ്ടെങ്കിലും കൂടുതലും മോഷണങ്ങളും പിടിച്ചുപറികളും ഒക്കെ, കട കുത്തി തുറക്കുന്നതും ബാങ്ക് കുത്തി തുറക്കുന്നതും ATM കുത്തി തുറന്ന് പൈസ മോഷ്ടിക്കുന്നതും ഒക്കെ രാത്രികളിലാണ് നടക്കാറുള്ളത് കൂടുതലും. അപ്പോൾ ഇത് രാത്രിയിൽ നടക്കുന്നത് കൊണ്ട് നാം വളരെയധികം ഇതിനോട് വേർപെട്ടവരായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. 1 Thessalonians 5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. എങ്കിലും അവിടെ ഒരു ഉപമ, ഒരു ഉദാഹരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ്, കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ കള്ളൻ രാത്രിയിലാണ് വരാറുള്ളത്. അതിൻ്റെ തന്നെ 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായി ഇരിക്കുക. അന്ത്യന്യായവിധി ഇത് രാത്രിയോട് ബന്ധപ്പെട്ടതാണ്. നാം രാത്രിക്കുള്ളവരായി ജീവിച്ചാൽ നമുക്ക് ന്യായവിധി ഉണ്ട്. നാം പകലിലുള്ളവരായിട്ട് ജീവിച്ചാൽ നമുക്ക് ന്യായവിധിയിൽ നിന്ന് തെറ്റി എഴുതുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവ് തന്നെ നിക്കോദീമോസിനോട് ഇങ്ങനെ പറഞ്ഞു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ നോക്കണമേ, ഇരുട്ട്, അന്ധകാരം, ഡാർക്ക്നെസ് എന്നിങ്ങനെയുള്ളത് മോഷണം, പിടിച്ചുപറി, അനാശാസ്യ പ്രവർത്തനങ്ങൾ, പാപപ്രവൃത്തികൾ, മോശമായ കാര്യങ്ങൾ, ആർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ, രാത്രിയിലെ നൈറ്റ് ഡ്രസ്സ് ധരിച്ചു വെളിയിൽ വരാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റാരുടെ മുമ്പിൽ തുറന്നു വെക്കുവാനോ കാണിക്കുവാനോ അറിയുവാനോ കൊള്ളാത്ത കാര്യങ്ങളാണ് രാത്രിയുടെ മറവിൽ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ മറവിൽ നടക്കുന്ന, രാത്രിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് ന്യായവിധി ഉറപ്പായും ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു,
തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതും ഇല്ല. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. ഇരുട്ട് ഒരുപാട് പ്രയാസമുളവാക്കുന്നത്. നാം ദൈവമക്കളായതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക, നിങ്ങൾ വെച്ചു കളക. ആമേൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, നാം ഇപ്പോൾ ഇരുട്ടിലുള്ളവരല്ല, നാം ഇപ്പോൾ വെളിച്ചത്തിലുള്ളവരാ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് എൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവാ ദൈവം. ആമേൻ. ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി ദൈവം വിടുവിച്ചതാണ്. ദൈവം വിടുവിച്ച് നമ്മളെ എവിടെ വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ. പുത്രൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ്റെ അധ്യായത്തിലും ലേഖനത്തിലും ഒക്കെ പറയുന്നത്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളതാണ്. ലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. 1-ാം അധ്യായത്തിൽ അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അവൻ വെളിച്ചമാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്നവർ ഇരുട്ടിലല്ല നടക്കേണ്ടത്, വെളിച്ചത്തിൽ നടക്കണം. ആമേൻ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വെളിച്ചമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ വെളിച്ചമാണ്. അപ്പം ഈ വെളിച്ചമായ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന്റെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവയെ അപ്പം അതുകൊണ്ടാണ് ഉണരാൻ പറയുന്നത്. 14-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. എഫെസ്യ 5-14 വാക്യത്തിൽ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക. എവിടെ നിന്ന് ഉണരണം? ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലി. ആമേൻ. അപ്പോൾ ഇരുട്ട് ന്യായവിധി ഉണ്ട്. അത് പാപപ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ്. ഇരുട്ടിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ നടക്കുന്നു. ഇതിനോടൊന്നും നമുക്ക് ബന്ധം വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരിക്കൽ നമ്മൾ ഇരുളിലായിരുന്നു, അവിടെ നമ്മളെ ദൈവം അടർത്തി മാറ്റി നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വെളിച്ചം തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പിന്നീട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യം, യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. ആമേൻ. എന്തുകൊണ്ടാണ് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയേണ്ടത്? എന്തുകൊണ്ടാണ് നാം അത് ഉപേക്ഷിക്കേണ്ടത്? കാരണം ഞാൻ നേരത്തെ വായിച്ച റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് മുമ്പിൽ ഇനി അധികം സമയമില്ല. നഷ്ടപ്പെടുത്താൻ നമുക്ക് സമയമില്ല, നോക്കിയിരിക്കാൻ സമയമില്ല, പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. ദ ഡേ ഓഫ് ഡെലിവറൻസ്, വിടുതലിൻ്റെ ദിവസം അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ദിവസം, അത് വളരെ അടുത്തിരിക്കുന്നു. അത് നമുക്ക് സമീപമായിരിക്കുന്നു.
എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ആത്മാവാണ് വീണ്ടെടുക്കപ്പെട്ടത്. ഇതുവരെ നമ്മുടെ ഈ ജഡം ഇതുവരെ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അത് വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമാത്രേ. സർവസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഒരു വീണ്ടെടുപ്പ് ഉണ്ട്. ഈ വീണ്ടെടുപ്പ് നടന്നേ മതിയാകത്തുള്ളൂ. ഈ വീണ്ടെടുപ്പ് സംഭവിക്കും നിശ്ചയമായും. അതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നാം ഇരുട്ടിൽ നിന്ന് മാറി വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ നമ്മോട് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ് അവിടെ 13-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്. റോമർ 13:12 ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളക്കാം. രണ്ടാമത്തെ കാര്യം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക. പുട്ട് ഓൺ ദി ആർമർ ഓഫ് ലൈറ്റ്. നമുക്കറിയാം, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരും ഓരോ പടയാളികളാണ്. നാം യുദ്ധകളത്തിലാണ്. വി ആർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ആൻഡ് വി ഓൾ ആർ സോൾജിയേഴ്സ്. വി ആർ ഫൈറ്റിംഗ്. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ നാം യുദ്ധകളത്തിലാണ്. നാം ശത്രുവിൻ്റെ മുമ്പിലാണ്, ശത്രുവിൻ്റെ കൺമുമ്പിലാണ്. നാം ശത്രുവിൻ്റെ വളരെയധികം അടുത്താണ് നാം നിൽക്കുന്നത്. 1 അധ്യായത്തിലുണ്ടല്ലോ, പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരവിങ്ങേണ്ടതിനെ തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ട്, ഒരു എതിർപ്പുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്നേ മതിയാകത്തുള്ളൂ. പക്ഷേ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. നമ്മളെ ശത്രു ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ട് നമ്മെ വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മെ ഒന്നുമല്ലാത്തൊരു പരുവത്തിലാക്കിയിട്ട് പോകും. ഒന്നുമില്ലാതെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ആമേൻ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ, ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. താഴോട്ട് പല കാര്യങ്ങളോട് പറയുന്നുണ്ട്. സത്യം, അതുപോലെ നീതി എന്ന കവചം, സമാധാന സുവിശേഷനാലുള്ള ഒരുക്കം എന്ന കാലിലെ ചെരുപ്പ്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ പറ്റിയ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം ഹെൽമറ്റ്, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്, അതുപോലെ ആ പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും മുമ്പോട്ട് പോകണമെന്ന് നമ്മോട് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡിഫൻസാണ്. നമുക്ക് എതിർത്ത് നിന്ന് ശത്രു നമ്മളെ വെറുതെ വിടുകയില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകണ്ട, പക്ഷെ നമുക്ക് എതിർത്ത് നിൽക്കണം. വി ഹാവ് ടു റെസിസ്റ്റ് ദ ഡെവിൾ, ബട്ട് വിതൗട്ട് ദീസ് വെപ്പൺസ് വി കനോട്ട് ഡു ദാറ്റ്. Amen. And also the word of God tells us not to fight physically. നമ്മൾ ശാരീരികമായിട്ട് യുദ്ധം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ശത്രു ശാരീരികമായ യുദ്ധത്തിനല്ല വരുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോക ദുഷ്ടാത്മ സേനയോടുമാണ്.
അതുകൊണ്ട് നമ്മുടെ വെപ്പൺസ് എപ്പോഴും സ്പിരിച്വലാണ്, ആത്മീകമായ ആയുധങ്ങളായിട്ടാണ് നാം യുദ്ധം ചെയ്യാറുള്ളത്. ഇരുട്ടിൻ്റെ ആയുധവർഗത്തെ വെച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഊരിക്കളഞ്ഞിട്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചില്ലെങ്കിൽ എന്തായിട്ട് അർത്ഥം എന്നറിയാമോ? ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് വി ആർ അൺഡ്രസ്ഡ്. വി നീഡ് ടു ബി ഡ്രസ്ഡ്, ബട്ട് നോട്ട് ദ നൈറ്റ് ഡ്രസ്. നൈറ്റ് ഡ്രസ്സ് നമ്മൾ മാറ്റുന്നു. രാത്രിയിലെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഇരുട്ടിൻ്റെ ആ പ്രവൃത്തികളെ നമ്മൾ വെച്ച് കളഞ്ഞിട്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം, വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നു. ആ വസ്ത്രം ധരിക്കുമ്പോഴാണ് നാം വസ്ത്രം ധരിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നാം വിവസ്ത്രരാണ്. എന്ന് വെച്ചാൽ നാം അണ്ണാമിടാണ്. നമുക്ക് വെപ്പണില്ല, നമുക്ക് ആർമറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് വേണം നിൽക്കാൻ. ആമേൻ. പിശാച് നമ്മെ തകർക്കാതിരിക്കുവാൻ നാം തീർച്ചയായിട്ടും ഇതെല്ലാം എടുത്തുകൊണ്ട് നിൽക്കണം. അവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ ആയുധവർഗം അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ വായിക്കുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയെ നടക്കാം. വെറിക്കൂത്തുകൾ, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പൗലോസ് പറയുന്നു, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. എപ്പോൾ ഉണരണം? ഇപ്പോൾ തന്നെ ഉണരണം. എവിടെ നിന്ന് ഉണരണം? പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, ആത്മീയ മരണത്തിൽ നിന്ന്, മടിയിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന്, അലസതയിൽ നിന്ന്. ഇതെല്ലാം ഉറക്കമാണ്. ഉറക്കം, അന്ധകാരം, രാത്രി, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുക. കാരണം രക്ഷ നമുക്ക് വളരെയധികം അടുത്തിരിക്കുകയാണ്. ആമേൻ. എന്തിനു ഉണരണമെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കാരണം നിത്യതയിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. നാം നിത്യതയിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രൊവിഷൻസും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. പക്ഷെ നമ്മുടെ പോകണമെങ്കിൽ നാം വെളിച്ചത്തിൽ ജീവിച്ചേ മതിയാകത്തുള്ളൂ. കർത്താവിനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് നാം പറയുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ നാം അന്ധകാരത്തിൽ ജീവിച്ചിട്ട് കർത്താവിനോട് കൂട്ടായ്മ ആചരിപ്പാൻ സാധ്യമല്ല. കർത്താവ് വെളിച്ചമാണ്. കർത്താവ് വെളിച്ചമായതുകൊണ്ട് നമുക്ക് അതിനോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നാം വെളിച്ചത്തിൽ നടക്കണം. അന്ധകാരത്തിൻ്റെ ഒരു പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ കണി കാണാൻ പോലും പാടില്ല. അതിൻ്റെ ഒരു ലേശം പോലും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ആമേൻ. നമ്മൾ പല കാര്യങ്ങളിൽ കണ്ടല്ലോ. രാത്രിയിലാണ് മോഷണവും പിടിച്ചുപറിയും അനാശാസ്ത്ര പ്രവർത്തനവും ഒക്കെ നടക്കുന്നത്. നാം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചത്. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ
നമുക്ക് ധരിക്കാം. പകലിൻ്റെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയാം, ഊരിക്കളയാം. നൈറ്റ് ഡ്രസ്സ് ഊരിയിട്ട് നാം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വേറെ ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നത് പോലെ തന്നെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് കളയാം, ഉപേക്ഷിക്കാം. നമുക്ക് കർത്താവിന് വേണ്ടി വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. പിന്നെയും ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.